അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സക്കാത്തുൽ ഫിത്ർ അഥവാ ഫിത്ർ സക്കാത്ത് എന്താണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പ്രതിപാദിക്കുന്നത്. റമളാൻ നോമ്പ് അവസാനിക്കുന്നതോടുകൂടി ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമാകുന്ന സക്കാത്താണ് സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി തുഹ്റത്തുൽ സിയാം മിനൽ ലഗ്വി വറഫ്സി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പാഴ് സംസാരം അഥവാ പാഴ് പ്രവർത്തനം, ആ സംസാരത്തിലോ പ്രവർത്തനത്തിൽ നിന്നും, മോശമായ സംസാരത്തിൽ നിന്നും നോമ്പുകാരനെ ശുദ്ധീകരിക്കാൻ വേണ്ടി സക്കാത്തുൽ ഫിത്റിനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയിരിക്കുന്നു. അഥവാ നോമ്പിൽ റമളാനിൽ നമ്മൾ ചെയ്തു പോയ അല്ലെങ്കിൽ നമ്മുടെ നോമ്പിൽ വന്നുപോയ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഫിത്ർ സക്കാത്ത് അള്ളാഹു തആല നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നതിന് ചില ഷർത്തുകളുണ്ട്. അതിൽ ഒന്ന്, അവൻ മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ്. രണ്ട്, ചെറിയ പെരുന്നാളിന്റെ നിലാവ് അഥവാ ആ ദിവസത്തെ പിറ കാണുക എന്നുള്ളത്. മൂന്ന്, കഴിവുള്ളവനായിരിക്കുക. ഏതൊക്കെ രൂപത്തിലാണ് കഴിവ്? പെരുന്നാൾ രാത്രിയിലെയും പകലിലെയും തൻ്റെയും താൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം കഴിഞ്ഞിട്ട് ഫിത്ർ സക്കാത്തിന്റെ കണക്ക് കൊടുക്കൽ അഥവാ ഫിത്ർ സക്കാത്തിന്റെ കണക്കിന് കൊടുക്കാൻ ശേഷിക്കുന്നവനാണ് എങ്കിൽ അവൻ കഴിവുള്ളവനാണ്. അഥവാ സ്വന്തം വീട്ടിലെ ചെലവിന് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അവൻ കൊടുക്കൽ നിർബന്ധമാണ്. ഒരു വ്യക്തി തൻ്റെ ശരീരത്തിന് വേണ്ടിയും മുസ്ലിമീങ്ങളിൽപ്പെട്ട താൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായവർക്ക് വേണ്ടിയും സക്കാത്ത് കൊടുക്കണം. സ്വന്തം ശരീരത്തിനും സക്കാത്ത് കൊടുക്കണം. മുസ്ലിമീങ്ങളിൽപ്പെട്ട താൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകൾ, ഉദാഹരണം ഭാര്യ, ചെറിയ മക്കൾ, കഴിവില്ലാത്തവരായ വലിയ മക്കൾ, ദരിദ്രരായ മാതാപിതാക്കൾ, തൻ്റെ ചിലവിലായി തനിക്ക് വേണ്ടി വേല ചെയ്യുന്ന വേലക്കാർ. അപ്പോൾ കൂലി പറ്റിക്കൊണ്ട് വേല ചെയ്യുന്ന വേലക്കാരന് സക്കാത്ത് നമ്മൾ കൊടുക്കൽ നിർബന്ധമില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഉദാഹരണം ജനിച്ച ഒരു കുഞ്ഞ് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന ദിവസം, അതിന്റെ തലേ ദിവസം അല്ലെങ്കിൽ അപ്പോൾ ജനിച്ച ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന് പോലും ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. അതിന്റെ അളവ് സാധാരണ ഷാഫി മദ്ഹബ് പ്രകാരം ഭക്ഷണമായി പരിഗണിക്കപ്പെടുന്ന ഗോതമ്പ്, അരി പോലുള്ള നാട്ടിലെ സാധാരണ ഭക്ഷണത്തിൽ നിന്ന് ഒരു സ്വാ ആണ് നിർബന്ധമായ കണക്ക്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ലഭിക്കുന്ന ആ ഒരു അരി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മൾ സുലഭമായി ഉപയോഗിക്കുന്ന അരിയാണല്ലോ, അത് ഏകദേശം 2.5 കിലോ പറയുന്നുണ്ടെങ്കിലും, ഒരു സാഇന്റെ കണക്ക് പറയുന്നെങ്കിലും ചില അരികൾ 2.700 വേണം, ചിലത് 3 വേണ്ടി വരും. അപ്പോൾ ആ ഒരു സൂക്ഷ്മതയുടെ പേരിൽ പറ്റുന്നവരൊക്കെ 2.5-ൽ കൂടുതൽ ഒരു 3 കിലോ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമം, ഏറ്റവും ഹൈർ അതാണ്. അതെല്ലാവരും ശ്രദ്ധിക്കാം. സക്കാത്തിന്റെ അവകാശികളെ തന്നെയാണ് ഫിത്ർ സക്കാത്തിനും പരിഗണിക്കേണ്ടത്. അഥവാ നമ്മുടെ നാട്ടിൽ ദരിദ്രരായ ആളുകളുണ്ടാകും, മിസ്കീന്മാരായ ആളുകളുണ്ടാകും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു ദിവസത്തെ ചെലവിന് വേണ്ടി മാത്രമേ ഉള്ളൂ, പിറ്റേന്നൊന്നുമില്ല. അത്തരത്തിലുള്ള ആളുകളാണ് മിസ്കീന്മാർ എന്ന് പറയാം. ഒരു മീഡിയം ലെവലിൽ ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊക്കെ നമ്മളൊക്കെ പറയാറുണ്ട്. മിഡിൽ ക്ലാസ് ആണെങ്കിലും ചില ആളുകളുടെ വീട്ടിൽ നമ്മൾ വെളിയിൽ നമ്മൾ അറിയുന്നില്ലെങ്കിലും, ഉദാഹരണം ഒരുപാട് ആളുകൾ നമ്മുടെ തൊട്ടടുത്ത് അയലത്ത് തന്നെ ഒരു നേരത്തെ അല്ലെങ്കിൽ ആ ദിവസത്തെ ചെലവ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിച്ചമില്ലാത്ത ആളുകൾ. ജോലിക്ക് പോയാൽ മാത്രമേ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അവരുടെ ചെലവ് കഴിയും, പിന്നെ ഒന്നും മാറ്റിവെക്കാൻ ഇല്ലാത്ത ആളുകളൊക്കെ മിസ്കീന്മാരാണ്. അവരെയൊക്കെ കണ്ടെത്തി കൊടുക്കാം. വിധവകളായ ആളുകൾക്ക് കൊടുക്കാം. അതേപോലെ തന്നെ മാതാപിതാക്കള് നഷ്ടപ്പെട്ടു പോയ യതീമായ മക്കൾ കണ്ടെത്തി അവർക്ക് കൊടുക്കാം. അത്തരത്തിലൊക്കെ അവകാശികളെ തന്നെ കണ്ടെത്തി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന്റെ സമയം എന്ന് പറയുന്നത് റമളാന്റെ അവസാനത്തെ സൂര്യാസ്തമയം മുതൽ ചെറിയ പെരുന്നാൾ ദിവസത്തെ സൂര്യാസ്തമയം വരെ ഫിത്ർ സക്കാത്ത് കൊടുക്കാവുന്ന സമയമാണ്. അപ്പം ഉദാഹരണം, നാളെയാണ് പെരുന്നാളെങ്കിൽ ഇന്ന് മഗ്രിബോട് കൂടി സൂര്യൻ അസ്തമിച്ച സമയം മുതൽ നമുക്ക് എന്ത് ചെയ്യാം? മഗ്രിബോട് കൂടി നമുക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാം. പെരുന്നാളിന്റെ ഫജ്റിന് ശേഷം, പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പായി കൊടുക്കലാണ് ഏറ്റവും ഉത്തമം. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് രാവിലത്തെ സുബഹി നമസ്കാര ശേഷം പെരുന്നാൾ നമസ്കാരത്തിന് ഇടയിൽ കിട്ടുന്ന ആ സമയത്ത് കൊണ്ടുപോയി കൊടുക്കലാണ് ഏറ്റവും ഹൈർ, അതിലാണ് ഏറ്റവും ഉത്തമമായ സമയം.
റമദാൻ മാസം 1 മുതൽ കൊടുക്കൽ അനുവദനീയമാണ്. പെരുന്നാൾ ദിവസത്തെയും വിട്ട് ഫിത്ർ സക്കാത്തിനെ പിന്തിപ്പിക്കുക എന്ന് പറയുന്നത് ഹറാമുമാണ്. അപ്പൊ പെരുന്നാൾ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം കൊടുക്കൽ അത് ഹറാമായി പോകും. സക്കാത്തിന്റെ അവകാശികളെ എത്തിക്കാതിരിക്കൽ പോലുള്ള കാരണം ഉണ്ടായാൽ ഒഴികെ, അഥവാ നമ്മുടെ നാട്ടിൽ സക്കാത്തിന്റെ അവകാശികളൊന്നുമില്ല, അപ്പൊ നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല, പിറ്റേ ദിവസത്തേക്ക് മാറ്റി ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്നാൽ അതിന് നമുക്ക് അഫ്വുണ്ട്. ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ലാത്ത അടുത്ത ബന്ധുക്കളായ സഹോദരന്മാർ, അതുപോലെ സഹോദരിമാർ, പിതൃ സഹോദരന്മാർ, പിതൃ സഹോദരിമാർ, മാതൃ സഹോദരിമാർ, അവരുടെ മക്കൾ പോലുള്ളവർക്ക് കൊടുക്കലാണ് ഏറ്റവും ഉത്തമം. അപ്പൊ കുടുംബത്തിൽ തന്നെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ പരിഗണിക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് മനസ്സിലാക്കുക. ഏറ്റവും അടുത്തവർ എന്നിങ്ങനെയുള്ള മുൻഗണന നൽകപ്പെടണം. ഏറ്റവും അടുത്ത ആളുകൾ നമ്മുടെ കുടുംബക്കാരാണല്ലോ, അവർക്കും പിന്നെ നമ്മുടെ വീട്ടിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ഏറ്റവും അടുത്ത ആളുകൾ ആരാണോ അവരെയുമാണ് പരിഗണിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകലമായ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്തും മാപ്പാക്കി നൽകുമാറാകട്ടെ. ഈ റമളാൻ നമുക്ക് അനുകൂല സാക്ഷിയാകുന്ന റമളാനായിട്ട് അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.